എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇഡ്ഡലിയുടേത്. ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റും സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും ഒന്ന് ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊന്നിയരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പൊന്നി റോ റൈസ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ഇതുപോലെയുള്ള അരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അരി ഉഴുന്നും നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ഇവിടെ ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഈ ഉഴുന്ന് കുതിരാൻ വെച്ചതിൻ്റെ മുകളിലായിട്ട് പതയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉഴുന്ന് ഈ ഒരു സ്റ്റേജ് വരെ കുതിർക്കുകയാണെങ്കിൽ ഇഡ്ഡലി വളരെ എളുപ്പം നന്നായിട്ട് പൊങ്ങി വരും. ഇവിടെ എടുത്തിരുന്ന മുഴുവൻ അരിയും മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അരി അരയ്ക്കുമ്പോൾ അരിയുടെ മുകളിലായിട്ട് വെള്ളം വരാതെ കുറച്ച് താഴെയായിട്ട് വെള്ളം വരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരച്ച് വെക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ അരച്ച് വെക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് ഉഴുന്നരച്ചെടുക്കാം. ഉഴുന്നരയ്ക്കുമ്പോൾ എപ്പോഴും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പിലും കൂടുതൽ വെള്ളം ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഉഴുന്നരയ്ക്കാൻ. ഉഴുന്നും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചോറാണ്. 2 കൈ ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ചോറും ഒന്ന് അരച്ചെടുക്കാം. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചോറിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ഈ പാത്രത്തിൻ്റെ ഇടയിലുള്ള അരി അരച്ചതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ഇഡ്ഡലിയുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവ് തയ്യാറാക്കിയ സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ഇളക്കിയതുകൊണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എണ്ണ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ പുരട്ടി കൊടുക്കുന്ന സമയത്ത് ആ കുഴിക്കകത്ത് മാത്രമല്ല മുകൾ ഭാഗത്തായിട്ടും ഒന്ന് പുരട്ടി കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി ഇളക്കി മാറ്റാൻ പറ്റും. ഇഡ്ഡലി മാവ് ഇതുപോലെ തട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയാലും കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മാവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ആയി വരുന്ന സമയത്ത് എല്ലാം കൂടെ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഇഡ്ഡലിത്തട്ടിലെല്ലാം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അപ്പച്ചെമ്പിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലിത്തട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ സാധാരണയായിട്ട് ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് അരയ്ക്കുന്നത്. ഇതുപോലെ ബാക്കി വരുന്ന മാവ് ഉടനെ തന്നെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി വരുന്ന മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ മസാല ദോശയോ കുഴിപ്പണിയാരോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇഡ്ഡലി വെന്തെന്ന് മനസ്സിലാക്കാം. അടുത്ത പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലി കിട്ടും. സാമ്പാറിൻ്റെയോ തേങ്ങാ ചമ്മന്തിയുടെയോ മുളക് ചമ്മന്തിയുടെയോ ഒക്കെ കൂടെ നമുക്ക് ഈ ഇഡ്ഡലി കഴിക്കാം. ഇന്നത്തെ ഈ ഇഡ്ഡലിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.